ഹലോ ഫ്രണ്ട്സ്, ചേട്ടായി ഞെട്ടിയില്ലേ? ചേട്ടായിക്ക് അതായത് നമ്മുടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ചേട്ടായിക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ ഒരു ഭാഗമാകാൻ കഴിയുന്ന തന്നെ ചേട്ടായിക്ക് വലിയൊരു കാര്യമാണ്. എന്നോട് വീഡിയോ ഓഫാക്കുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇരിക്കാൻ പോകുന്ന കട എൻട്രിയാണ്. നമ്മളങ്ങനെ നമ്മുടെ എൻട്രിയിൽ എത്തിച്ചേർന്നത്. ചേട്ടായി നൈസായിട്ട് കയറിക്കോട്ടെ. ഹലോ ലുക്ക സ്റ്റാർ തെറ്റിട്ട് വെച്ചേക്കാൻ ഗൈസ് നമ്മുടെ കേക്ക് കിട്ടി ഗൈസ്. എൻട്രിയിലെ ആൾക്കാർക്ക് വളരെ നന്ദി ഗൈസ്. നമ്മൾ കേക്ക് മേടിച്ചു. കേക്ക് എൻ്റെ കൈവശമുണ്ട്, കാണാമായിരിക്കുന്നവരല്ലേ. നമുക്ക് പതുക്കെ പോകാം. ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നതുണ്ട്. അല്ല മോട്ടിച്ചിട്ടില്ല ഗൈസ്. ഇതുണ്ടോ സീനായിട്ട് ചേട്ടാ ഇങ്ങനെ കാണിക്കുക, അങ്ങനെ കാണിച്ചേ ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സംക്രാന്തി. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, എനിക്ക് പോലും തരാനുള്ള വഴി ഇവിടെ ഒതുക്കുന്നില്ല. സൈക്കിളിൽ പോകുന്നവരൊക്കെ എന്നെ നോക്കുന്നില്ല. ഗൈസ് നമ്മളങ്ങനെ വഴിയിലേക്ക് കിടന്നു. നമ്മുടെ കയ്യിൽ കേക്കുണ്ട്. നമുക്ക് അൽഫോൺസിൻ്റെ അടുത്ത് ചെന്നിട്ട് അൽഫോൺസിനെ കണ്ട് ഒക്കെ പാടാം. അവിടെ ചെന്ന് കാണാവേ. ഇവിടെ നമ്മുടെ ഒരു കസിൻ്റെ കടയുണ്ട്. അയ്യോ ഗൈസ്, ഇവിടെ നമ്മുടെ അളിയൻ്റെ കടയുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കണം. ടെക്നിക്കൽ എന്ത് ടെക്നിക്കൽ സർവീസസ് ആണെങ്കിലും ഫോൺ സർവീസസ്, ബാറ്ററി, ചാർജർ, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളും അങ്ങനെ നിങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് സമീപിക്കാം. കടയിൽ ലൊക്കേഷൻ അത് പിന്നെ ഗൈസ് നമ്മുടെ 2 ദിവസമായിട്ട് മാതാമോ ഇത് നിങ്ങളെ ഒരു പ്രൊമോഷൻ ആയിട്ട് എടുക്കരുത്. കാരണം നമ്മുടെ തന്നെ ഒരു കടയാണ്. 2 ദിവസമായിട്ട് അവിടുത്തെ തൊഴിലാളിയാണ് ചേട്ടായി. 2 ദിവസമായിട്ട് ആ കടയിലെ തൊഴിലാളി ചേട്ടായാണ്. അപ്പം അത് മാത്രമല്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് പ്രത്യേക ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൂടെ ശ്രദ്ധിക്കുക. ചാച്ചു 10 എന്ന് പറയുന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം വേഗം എടുത്ത് തരുന്നതായിരിക്കും. പൈസ ചാച്ചു എന്ന് പറഞ്ഞ സാധനം വേഗം എടുത്ത് തരും. അല്ലല്ല അങ്ങനെ ഇറക്കുന്ന സാധനം എടുത്തതായിരിക്കും. അപ്പം എല്ലാവരും മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഈ സ്ഥലം മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഫുഡ് ഫോട്ടോ നിങ്ങൾ ഈ വരുന്ന അടുത്ത ദിവസം തന്നെ നാളെ കഴിഞ്ഞോ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ആർക്കും കയറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ വരികയാണെങ്കിൽ ഗൈസ് നിങ്ങൾ വരുവാണ് നാളെ നാളത്തേക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ ചേട്ടാനെ കാണാൻ പറ്റും. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ കണ്ടന്റ് ചേട്ടാനെ ചിലപ്പോൾ കാണാൻ പറ്റും. ഗൈസ് അറിയത്തില്ല, പണിയെടുക്കാൻ മടിയുള്ളൂ. നാളെ പോകും നമുക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. നിങ്ങൾ പരമാവധി എവിടെയെങ്കിലും വരുന്നോ? പോട്ടെ, മെഡിക്കൽ കോളേജിൽ വരുന്നോ? നിങ്ങൾക്ക് ഓട്ടോ സർവീസ് വേണോ? രാത്രി ആകുമ്പോൾ ഇരുട്ടാകുമ്പോൾ നിങ്ങൾ പെൺകുട്ടികളാണോ? നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഓട്ടോ സർവീസ് ഞങ്ങൾ അവൈലബിൾ ആണ്. ഇതാണ് പനമ്പാലം. ഈ പനമ്പാലത്ത് ഈ ഓട്ടോ സ്റ്റാൻഡ്
ഇത് മേടിച്ചോണ്ട് പോകുന്ന അൽഫോൺസിന്. ആ അൽഫോൺസിന്റെ വണ്ടിയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാൽ വണ്ടി ഞങ്ങൾ കാണിക്കാം. സ്ത്രീകളാണ്, കുട്ടികളുണ്ട്, രാത്രി ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഞാൻ ഗ്യാരണ്ടി നമ്മുടെ സ്വന്തം വണ്ടിയാണ്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞോണ്ടിരുന്നത് എന്റെ വീഡിയോക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ലാഗ് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കാരണം ഞാൻ ഇവിടുന്ന് വീഡിയോ വരെ ചെല്ലണം, എനിക്ക് സമയം കളയണം, അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ലാഗ് വരും, അതെ ഒന്നുമല്ല. നമ്മുടെ കേക്ക് നമ്മളെത്തി, വീട് നമ്മളെത്തി. ഗൈസ് നമ്മൾ ഓട്ടോയുടെ താഴെ പേരുണ്ടെന്ന് പറഞ്ഞ ആൽഫി ഇതാണ്. ഇനി ക്യൂട്ട്നെസ് കിട്ടോ ഗൈസ്. ഇതാണ് ജോസു. നിങ്ങൾ ഈ വേട്ടവളിനെ കണ്ട നമ്മ ബ്ലോഗിങ്ങിലാ. സിനിമകള് തോമാസ് ഹായ് പറയും അതിന്റെ വേണ്ട ഞാനില്ല കളി. എനിക്ക് എടാ അൽഫോൺസ് വൈഡ് എടുത്തണ ഈടാ വൈഡ് എനിക്കടാ. കൺഗ്രാജുലേഷൻ, ലെറ്റ് സെലിബ്രേഷൻ. കളയരുതേ, അപ്പൊ നീ പൊക്കിട്ട് ചെരിഞ്ഞ് അങ്ങോട്ട് വരരുത്. സബ്സ്ക്രൈബേഴ്സ്, എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരുടെയും കൺഗ്രാജുലേഷൻ പറഞ്ഞു. റോസമ്മ ഹായ് പറയും. റോസമ്മേനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, കാരണം നമ്മുടെ മുൻ വീഡിയോയിൽ റോസമ്മ വന്നിട്ടുണ്ട്. റോസമ്മ ഫേമസ് അറിയത്തില്ലേ? അമ്മ യൂട്യൂബിലൊക്കെ ഉണ്ട്. അമ്മ ആരാന്നാ ഗൈസ്? നമുക്ക് ലഡു കിട്ടുകയാണ്. ചേട്ടയ്ക്ക് പച്ച ലഡു പിടിക്കത്തുള്ളൂ, അതുകൊണ്ട് പച്ച ലഡു. ഡയലോഗ് ജിമ്മി പോകുന്നുണ്ട്. അതെ അതെ സോറി ഇവര് അത്ലറ്റിക് ബോഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണിത്. എനിക്ക് അതിന് കഷ്ടപ്പാടുകളെ പറ്റി പറയൂ ഗൈസ്. രാത്രി പകലുകളാ രാത്രി പകല് പാക്കി കേട്ടോ. അങ്ങനെ അതായത് ചുമ്മാതി ഒന്നും പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ 2 മണിയാകുമ്പോൾ 80% മാർക്ക് ഞാൻ ഗ്യാരണ്ടി. അത് കെമിസ്ട്രി എല്ലാ തവണ തോക്കുന്ന ഞാൻ ആണ് ഗൈസ്. അതായത് അൽഫോൺസിന് വളരെ ടഫുള്ള വിഷയങ്ങൾ വരെ അൽഫോൺസ് മികച്ച മാർക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം? അതിനുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. 2 മണിക്ക് നിങ്ങൾ എഴുന്നേക്കുക, പിന്നെ കിടന്നാലും കുഴപ്പമില്ല. 2 മണിക്ക് നമ്മൾ എഴുന്നേക്കുക. 2 മണിക്ക് എഴുന്നേറ്റാൽ 80% മാർക്കാം. അത് 1 മണിയായ 90%. ചേട്ടയൊക്കെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+, 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+. ക്യാമറ തിരിച്ച് അതായത് ഞാൻ എന്നെ പറയാൻ വേണ്ടി ഇവരെ പറഞ്ഞതാണ്. അൽഫോൺസ് നിന്റെ കഷ്ടപ്പാടിനെ പറ്റി നീ തന്നെ പറ. താടി തന്നെ തൂത്തുകളാ. പറ എങ്ങനെയായിരുന്നു ആ രാത്രികൾ? ടെൻഷൻ ഉണ്ടായി. നീ ആ രാത്രി എന്താ ചെയ്ത്? അല്ല ഇന്നലെ റിസൾട്ട് നോക്കിയ ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സാധാരണ എല്ലാവർക്കും 4 മണിക്കല്ലേ കിട്ടുന്നത്, 3:30 എനിക്ക് മാത്രം 3:30. അൽഫോൺസ് എന്നാലും ആ മൊമെന്റിനെ പറ്റി സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ? സങ്കടമായിരുന്നു. എന്തുകൊണ്ടാ സങ്കടം വന്നത്? ഗൈസ് അതായത് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയമായിരുന്നു, നന്നായിട്ട് പഠിച്ച വിഷയമായിരുന്നു ഹിന്ദി. അതിനവന് A+ റിവാലുവേഷൻ ഞങ്ങൾ കൊടുക്കും. അല്ല അവന് മാർക്ക് കിട്ടുമെന്ന് അവനൊരു ഗൈസ്. അതാണ് മനസ്സ്. നമ്മൾ ബാക്കി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ലേ ഗൈസ്? സർക്കാർ ഇങ്ങോട്ട് നോക്കിയതാണ്, അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതെ ആ വിഷയം ട്രസ്റ്റ്, അതാണ് ഗൈസ് ട്രസ്റ്റ്. അതെ
അതിനെപ്പറ്റി അതൊക്കെ പറയുമ്പോ അൽഫോൺസിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ? ആ മീശയിലോട്ട് തൂത്ത് വെക്കത്. ഗൈസ് എനിവേ നമ്മൾ കേക്ക് മുറിക്കുമ്പോ കാണാം. കേക്ക് മുറിക്കുമ്പോ കാണാം. കൺഗ്രാജുലേഷൻ, ലെറ്റ്സ് സെലിബ്രേറ്റ്. മതി മതി മതി. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ പോയി കേക്ക് മുറിച്ച് കഴിച്ചു, എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പറയട്ടെ ബാക്കി. ഞങ്ങൾ തിരിച്ചു പോകും. ചാച്ചോ വണ്ടി ഓടിക്കുന്നത് അതാണ് മെയിൻ ആയിട്ട്. നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യാനാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇതാണ് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്, ഇതും ബ്രേക്ക്, ഇത് ചുമ്മാ പിടിയാണ് ഗൈസ്. നമ്മൾ ഇലക്ട്രിക് വണ്ടിയാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രകാശം വെള്ള കളറായിരിക്കും. ഇനി നമ്മളിങ്ങനെ ആക്സിലേറ്റർ, ഇവിടെയാണ് ആക്സിലേറ്റർ. ഇതിങ്ങനെ തിരിച്ചാൽ മുമ്പോട്ട് പോകും, പിടിച്ചാൽ വണ്ടി നിൽക്കും, തിരിച്ചാൽ പോകും, പിടിച്ചാൽ നിൽക്കും. ഈ ഇൻഡിക്കേറ്റർ അമർത്തുക, വണ്ടി രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വണ്ടി ഇടത്തേക്ക് തിരിക്കുക. ഗൈസ് ഇങ്ങനെയാണ്, തിരിച്ചാൽ പോകും, പിടിച്ചാൽ നിൽക്കും, അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. അത് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം നമ്മുടെ ബാലൻസ് ആണ് ഗൈസ്. എനിക്ക് പിന്നെ നമുക്ക് വർഷങ്ങളായിട്ട് ഓടിച്ചും പുറകെ ഇരുന്ന നല്ല പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ആർക്കെയും മൂക്കിൽ കയറണമല്ല ഗൈസ്. വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ നീക്കങ്ങളും നമ്മൾ നീങ്ങാൻ. നമ്മൾ ഇന്നത്തെ വീഡിയോ കുറെ ലെങ്തിയാണ്. ഞാൻ ലാഗിനുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തൊക്കെ കാണാം ഗൈസ്. അപ്പം നമ്മളെ അതിന്റെ ഫേസ് കാണിക്കും, നമുക്ക് അല്ലാതെ ബാക്കി എടുക്കണ്ടേ ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വണ്ടി ഇനി ഓടിച്ച് വീട് വരെ പോകണം. വീട് വരെ എത്തുമെന്ന് അറിയത്തില്ല. എത്തിക്കഴിഞ്ഞാൽ നാളെ തൊട്ടൊക്കെ വ്ളോഗ് വരുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ആദ്യമായിട്ടല്ലേ? അതെ പോട്ടെ, നമ്മളിങ്ങനെ പറയാറില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട, ലൈക്കും ചെയ്യണ്ട, കമന്റ് ചെയ്യണ്ട. അത് നമ്മൾ വെറൈറ്റിക്ക് അത് വരും. ഒന്നുമില്ല, അത് സീക്രട്ട്. ഓക്കെ, വെൽ, ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അൽഫോൺസിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അൽഫോൺസ് ഹാപ്പിയാണ്. കുറച്ച് പിന്നെ അവന് എക്സ്പെക്ട് ചെയ്ത കുറച്ചൊക്കെ മാർക്ക് കുറഞ്ഞു പോയി. അപ്പൊ അതിന്റെ ചെറിയൊരു സാഡ്നസ് ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, നല്ല മാർക്കാണ്, നല്ല ശതമാനമാണ്. അവന് നല്ല അഡ്മിഷൻ കിട്ടും. ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മളെ ഫോളോ ചെയ്യുന്നു ഗൈസ്. പത്ര വേണ്ട, സ്പീഡപ്പാക്കി സൈഡ് കൊടുക്കാം, ലോറിക്ക് സൈഡ് കൊടുക്കാം. ഇത് മറ്റേ സ്നേഹത്തെ പോലെ അല്ല പോളാവേ, ഞാൻ നടന്നു നോക്കുക ഈ ഇങ്ങനെ ലോറിയിലോട്ട് നമുക്ക് മറ്റേ കൈതിക്കാത്ത ഷോട്ട് എടുത്താലോ. ലോറിയുടെ അടിവഴി കയറി നിൽക്കാനും പോകേണ്ടി വരും, ഓപ്പോസിറ്റ് വരും. മറ്റേ സ്നേഹത്തെ പോലെ എനിക്ക് ഇന്നാ പരീക്ഷ, നാളെയല്ല. നടന്നു പോകുമ്പോഴാണ് എല്ലാ വണ്ടിയും മുമ്പോട്ട് പോയി. ഞാൻ ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് ലിമിറ്റ് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാവരും ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഓടിക്കുന്നവരൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ മറ്റേ കണ്ണാപ്പി റൈഡറാണ് ഗൈസ്. ഇത് ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്ന സ്റ്റൈൽ വേണം നോക്കിക്കോളൂ. സൈഡ് പ്രൊഫൈൽ കാണിക്കാം. കണ്ടോ ഓൾവേസ് അങ്ങനെ വേണം നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ ഇപ്പം ഒരു 90-20 അല്ലെ 90 റേഞ്ച് 20 സ്പീഡ് കിലോമീറ്റർ കേട്ടോ, 90. നമ്മളിങ്ങനെ കേസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, ഒത്തിരി ലാഗായി പോകും. പിന്നെ പിരി കാളാ ബൈ ബൈ ഗൈസ്, ബൈ ബൈ പറഞ്ഞു. സീ യു ലേറ്റർ.